ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബാക്ക് ടു സ്കൂൾ ഹാൾ വീഡിയോ ആണ് ഗൈസ്. അപ്പം ഫസ്റ്റ് ബാഗാണ്. ബാഗ് ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ ബാഗാണ് യൂസ് ചെയ്യുന്നത്. ഒരു കുഴപ്പമൊന്നുമില്ല. ഈ ബാഗിന് എന്തിനും 1000 ബിലോ ആണ് ഉണ്ടായത്. 980ൻ്റെതും 1000 ബിലോ അങ്ങനെയായിരുന്നു ഉണ്ടായത്. ബോക്സ് ഇപ്രാവശ്യം വാങ്ങിയിട്ടില്ല, പൗച്ചാണ് വാങ്ങിയത്. പുതിയതായിട്ട് പൗച്ച്, എൻ്റെ ഈ ഒരു ബ്ലൂ പൗച്ച് 2 സിബിന് 70-80 രൂപയൊക്കെ ആയിരുന്നു. അനിയത്തിൻ്റെ പിങ്ക് കളറാട്ടോ, ബാർബീൻ്റെ, അതിന് 70 ആണെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ഈ ബോക്സ് എനിക്ക് ഈ ഇറക്കാകുമ്പം കിട്ടിയൊരു ബോക്സ് ആയിരുന്നു ഇത്. അങ്ങനെ ഞാൻ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് യൂസ് ചെയ്യാം, ബട്ട് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ പൗച്ചാണ്. അപ്പോൾ കുറേ സെറ്റിങ്സ് ഉള്ളൊക്കെ ബോക്സാണ്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്നല്ല വാങ്ങിച്ചത്, പുറത്തുനിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. അങ്ങനെ ഇതിൽ കുറച്ച് സാധനങ്ങൾ ഓഫ്ലൈനും ഓൺലൈനും ആയിട്ട് മേടിച്ചിട്ടുണ്ട്. എൻ്റെ പ്രൈസ് ഇങ്ങനെ മാറ്റുണ്ടാവും. അടുത്തത് ബുക്ക് കവറും പേപ്പറാണ്. ഇത് ഞങ്ങൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്, കുറച്ച് ടെസ്റ്ററൊക്കെ പോലുള്ളത്. പിന്നെ ഞാൻ ഇപ്പോൾ 7th-ലേക്കാണ്. അപ്പോൾ 7 നോട്ട്ബുക്സ് വേണം. 2 അൺറൂൾഡും ബാക്കിയെല്ലാം റൂൾഡുമാണ് മേടിച്ചത്. പിന്നെ എൻ്റെ അനിയത്തിൻ്റെ ബുക്സ്. അനിയത്തിൻ്റെ ബുക്ക് വന്നിട്ടുള്ളത് മീഡിയം അല്ല, ചെറിയ സൈസാണ്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ പറ്റിയതാണ്, ചെറിയ സൈസ്. അതിൽ ഇങ്ങനത്തെ കുറേ ക്ലാസ്മേറ്റിൻ്റെയാണ് കുറച്ച് പിക്ചേഴ്സൊക്കെ ഉള്ളത്. പിന്നെ നെയിം സ്ലിപ്പ് വന്നിട്ടുള്ള എൻ്റെതാണ്, പ്ലെയിൻ ആയിട്ടുള്ളത്. എൻ്റെ ഒരു കാർട്ടൂൺ പിക്ചറും അങ്ങനെയൊന്നും ഇല്ലാണ്ട്. പിന്നെ എൻ്റെ അനിയത്തിൻ്റെ യൂണിക്കോണിൻ്റെ ഒന്നായിരുന്നു. പിന്നെ അംബ്രല്ല, അതിന് 350 അങ്ങനെ എന്തായിരുന്നു രണ്ടെണ്ണത്തിനും. 400ൻ്റെ അടുത്ത് വരും എല്ലാത്തിൻ്റെയും കൂടി. ഒരു കുടക്ക് 400ൻ്റെ അടുത്ത് വരും. ഇതാണ് എൻ്റെത്, ജെറീൻ്റെ. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി, അത് ഞാൻ എടുത്തു. പിന്നെ ഒരു ഫ്ലവർ ഡിസൈനിൻ്റെ ആണ് കുട, അനിയത്തിൻ്റെത്. പിന്നെ ഇത് ആമസോണിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു, ഓർഡർ ചെയ്തിട്ട്. വാട്ടർ ബോട്ടിലാട്ടോ അത്. എൻ്റെ വാട്ടർ ബോട്ടിലിൽ എൻ്റെ പേരുണ്ട്, കസ്റ്റമൈസ്ഡ് ആണ് വാട്ടർ ബോട്ടിൽ. അപ്പോൾ എൻ്റെ ഒരു പിങ്ക് ആൻഡ് ബ്ലൂ കളർ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലായിരുന്നു. നല്ല വെള്ളമൊക്കെ നല്ല കുറച്ച് വലുതാണ്. അങ്ങനെയൊക്കെ നല്ല സ്പെഷ്യൽ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇത് അനിയത്തിൻ്റെത് ഒരു യൂണിക്കോൺ തീമിലാണ്. നല്ല മിനി കുപ്പിയൊക്കെ പറയാം. വാട്ടർ ബോട്ടിൽ നല്ല രസമുണ്ടായിരുന്നു. നല്ല യൂണിക്കോൺ എഴുതിയ, കശ്മീരൊക്കെ എഴുതിയ, നല്ല ചെറുതായിരുന്നു. പക്ഷെ നല്ലോണം വെള്ളം നിൽക്കും. നല്ല ചെറിയ മൂടിയാട്ടോ, അപ്പോൾ പൊടിയിലൊക്കെ നല്ല വെള്ളം നിൽക്കും. പിന്നെ A4 പേപ്പർ ഇത് 50 ഷീറ്റ് 65 രൂപയായിരുന്നു വാങ്ങിയിട്ടുള്ളത്. ഇതിങ്ങനെ ഞങ്ങൾ ബണ്ടിലായിട്ട് വാങ്ങാത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ വാങ്ങാമല്ലോ, അങ്ങനെയാണ്. പിന്നെ കറി ടിന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും വാങ്ങിയിട്ടുണ്ട്. അതിന് 50 രൂപയായിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് സ്റ്റേഷനറി സെറ്റ്. ഇതിൽ ഒരു റൂൾഡ് ആയിട്ടുള്ള നോട്ട്ബുക്ക് യൂണിക്കോണിൻ്റെ. പിന്നെ ഈ ഒരു സെറ്റിൽ വരുന്നത് ഈ ഒരു സെറ്റത്തെ വേറൊരു സെറ്റുണ്ട്. അതിൽ വരുന്നത് ഷാർപ്പിൻ്റെ ഇറേസർ, 2 പെൻസിലാണ്. ഒരു പെൻസിൽ ഞാൻ എടുത്ത് വെച്ചുകൊണ്ട് കളത്തിയാണ്. പിന്നെ ഈ പാറിപ്പോകുന്നത് ഈ സ്റ്റിക്കർ ഷീറ്റാട്ടോ. 3 ഞാൻ അന്നേരം തന്നെ എടുത്ത് ബുക്കിലൊട്ടിച്ചായിരുന്നു, അതുകൊണ്ട് കാണാത്തതാണ്. പിന്നെ ഉള്ളത് പേപ്പർ സോപ്പ് നല്ല പിങ്ക് കളറായിട്ടുള്ള വാട്ടർ മെലണൊക്കെ ഉണ്ട് മുകളിൽ, ഹാർട്ട് ഷേപ്പിൽ. ഇപ്പോൾ ഒരു ആപ്പിളിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്, അത് നിങ്ങൾ കാണിക്കാൻ പറഞ്ഞു. ആപ്പിളിൽ ഐഫോണിൻ്റെ ചിഹ്നമില്ലേ, അത് വന്നിട്ടുണ്ട്. എനിക്ക് പുതിയതാണെന്ന് തോന്നി. അങ്ങനെ പിന്നെ ഈ ഒരു പെണ്ണ് പറഞ്ഞാൽ ഇങ്ങനെ ഗിൽട്ടർ. ഇത് കുറേ പേര് കണ്ടിട്ടുണ്ടാവും കേട്ടോ, എല്ലാവരും ഞാൻ കോമൺ ആണ്. നല്ല ഈ ഫാൻസി പെന്നിനൊക്കെ അല്ലേ ബ്ലൂ ഇങ്കാണ് എപ്പോഴും ഉണ്ടാവുക, അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഉള്ളത് ഈ ഒരു പെന്നാണ്. ഇങ്ങനെ ഫ്ലെക്സിബിൾ പെന്നൊക്കെ പറയില്ലേ, അതേപോലത്തെയാണ്. മുകളിൽ ഇങ്ങനെ ആടിയൊക്കെ കളിക്കും. ടോപ്പിൽ 2 യൂണിക്കോൺ തന്നെയാണ്. പിന്നെ ഒരു സ്കെയിൽ. പിന്നെ അടുത്തുള്ളത് ഒരു ട്രീ സ്ലേറ്റാണ്.
ഈ ഒരു ബ്രേസ്ലെറ്റ് ആരെ കണ്ണിനും പറ്റില്ല. അവൾ എന്തിനാണെന്നറിയാൻ വെച്ചത്, എന്തിനാണെന്നറിയില്ല വെച്ചത്. പിന്നെ ഒരു സ്കെയിൽ, 2 സ്കെയിൽ എന്താണ്. പിന്നെ സ്റ്റാപ്ലർ, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഞങ്ങൾ കഴിഞ്ഞ വർഷത്താണ് യൂസ് ചെയ്യുന്നത്. അതിൽ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് ഒരു ഇയർ ആകുമ്പോൾ മേടിച്ചതായിരുന്നു അത്. അന്നേരം അതിനൊരു കുഴപ്പമില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെയാണ്. പിന്നെ സ്റ്റാപ്ലർ ഒന്ന് യെല്ലോ പഴയതും ബ്ലൂ പുതിയതാണ്. പിന്നെ ഇത് പിൻ പോയിൻ്റ് പെന്നാട്ടോ. പിന്നെ 5 എടുത്തിട്ടുണ്ട്. ഒന്നിന് 10 രൂപയായിരുന്നു വില വന്നിട്ടുണ്ടായിരുന്നത്. അല്ല, ഞാൻ ഫസ്റ്റ് ഇതാണ് വാങ്ങുക. കുറച്ച് കഴിയുമ്പോൾ ഞാൻ വേറെ പെന്നിലേക്ക് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇതാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഈ സിസേഴ്സ്, ഗ്ലൂവ്, സെല്ലോ ടേപ്പ്, പിന്നെ ഈ സ്റ്റാപ്ലർ. ഇതിനൊക്കെ സിസേഴ്സ് പഴയതാണ്, ഗ്ലൂ 10 ആണ്. പിന്നെ സെല്ലോ ടേപ്പ് 15 രൂപയായിരുന്നു. പിന്നെ എത്രയോ 20 or 15 തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ ഇത് ഫാൻസി നോട്ട്ബുക്ക്. ഈ ഫാൻസി നോട്ട്ബുക്കിന് എന്താ പറയുക, ഈ ഡയറൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ മസ്റ്റാണ്. സ്കൂളിലൊക്കെ ഡയറി കൊണ്ടുപോകാനും അതിനൊക്കെ നല്ലതാണ്. പിന്നെ വീട്ടിൽ നിന്ന് ഡയറി ഇടുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായാലും നല്ലതാണ്. പിന്നെ ഇങ്ങനത്തെ നോട്ട്ബുക്ക് ജേർണലൊക്കെ ചെയ്യാൻ നല്ല യൂസ്ഫുള്ളായിരിക്കും. നോട്ട്ബുക്ക് നല്ലതാണ്. ഇങ്ങനെ ഞാൻ കുറേ ജേർണലൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് കയ്യിലുള്ള കേട്ടോ. ഇത് നമ്മൾ എപ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു പേഴ്സണൽ നോട്ട്ബുക്ക് കൊണ്ടുവന്ന് നന്നായിരിക്കും. നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ. അതേപോലെ തന്നെ നോട്ട്ബുക്കാണ്. അതിൽ കുറച്ച് ജേർണൽസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റിക്കർ ബുക്കാണ്. ഞാൻ അത് ആഗ്രഹിച്ച് വാങ്ങിയ ഡെക്കോർ സ്റ്റിക്കേഴ്സാണ്. ഇതിൽ കുറേ എസ്തറ്റിക് ക്യൂട്ടുമായിട്ടുള്ള കുറേ പിക്ചേഴ്സ് ഉണ്ട്, സ്റ്റിക്കേഴ്സ് ഉണ്ട്, കുറേ കോട്ട്സ് ഉണ്ട്, കുറേ സ്റ്റിക്കേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഇറേസർ ഷാർപ്നേഴ്സുമാണ്. ഇറേസർ ഞാൻ ഒരു 4 മേടിച്ചിട്ടുള്ളൂ. ഈ ഒരു ബോക്സിൽ കാണില്ലേ, അതിൽ ഫുൾ ഇറേസറും ഷാർപ്നേഴ്സുമാണ്. ഇത് ടൈഡിയപ്പിൻ്റെ 10 രൂപ വരുന്ന ഇറേസറും ഷാർപ്നറും കൂടി ഉള്ളതാണ് അത്. പിന്നെ ഒരു ടയറിൻ്റെ ഇറേസർ, പിന്നെ സാധാ അപ്സരേൻ്റെ ഇറേസർ. പിന്നെ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ളത് 4 ഇറേസേഴ്സും 2 ഷാർപ്നേഴ്സാണ് ഉള്ളത്. പിന്നെ ഹൈലൈറ്റേഴ്സ് ഞാൻ ഓൺലൈനിലാണ് മേടിച്ചിട്ടുള്ളത്, ആമസോണിനാണ് കേട്ടോ. പിന്നെ ഒരു 200 സംതിങ് എന്തോ ഉണ്ട്. ഇത് ഹൈലൈറ്റേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പീസ്റ്റൽ ഹൈലൈറ്റേഴ്സാണ്. ഇതിൽ സ്കെച്ചമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നല്ല കളറാണ്. 12 ഷെയ്ഡാട്ടോ വരുന്നത്. ഇങ്ങനെ ഓരോ ഷെയ്ഡിൽ തന്നെ 6 ഷെയ്ഡ് ഉണ്ടാവും. ആ 6 ഷെയ്ഡിൽ തന്നെ പല ഡാർക്ക്, ലൈറ്റ് അങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൽ 2 ഭാഗവും വരുന്നത്. ഒന്നിങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം, ഒന്നിങ്ങനെ പോയിൻറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ് വരുന്നത്. പിന്നെ സ്റ്റോറി ബുക്ക് ബാലരമയാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കാറുള്ളതാണ്. മെയ് മാസത്തെയാണ് മേടിച്ചത്. അത് കാണിച്ചതേ ഉള്ളൂ, പ്രാക്ടീസ് സ്കൂളല്ല, കാണിച്ചതേ ഉള്ളൂ. ഞാൻ വെറുതെ കാണിച്ചതിനുള്ള ഞാൻ വായിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്. ബൈ.